ചെറുവള്ളി എസ്റ്റേറ്റ് അവകാശ തർക്കക്കേസിൽ സംസ്ഥാന സർക്കാർ വരുത്തിയത് ഗുരുതര വീഴ്ച. കയ്യിലുള്ള രേഖകളൊന്നും ഹാജരാക്കാതെ മനഃപൂർവ്വം കേസ് തോറ്റുകൊടുക്കും വിധമായിരുന്നു പാലാ കോടതിയിലെ സർക്കാർ വാദം. വിധി പറഞ്ഞ ജഡ്ജി സർക്കാർ വരുത്തിയ വീഴ്ച എണ്ണിപ്പറയുന്നുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഭൂമിയുടെ അവകാശം സംബന്ധിച്ച കേസിലാണ് സർക്കാരിന്റെ ദുരൂഹമായ നീക്കം. ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ എരുമേലി വിമാനത്താവളം നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനം തുടക്കത്തിൽ തന്നെ വലിയ ചോദ്യങ്ങളും വിവാദങ്ങളും ഉയർത്തിയിരുന്നു. അതിനെയൊക്കെ അവഗണിച്ചായിരുന്നു പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭാവിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുമായിരുന്നു സർക്കാരിന്റെ ഈ നീക്കം. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് പറയുന്നതിനപ്പുറം കൃത്യമായ ഒരു രേഖയും കേസ് നടന്ന പാലാ കോടതിയിൽ സർക്കാരിന് സമർപ്പിക്കാനായില്ല. കേസ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്. എതിർകക്ഷിയെ സഹായിക്കാൻ സർക്കാർ ശ്രമിച്ചു എന്ന് വ്യക്തം. കോടതി ഉത്തരവിലും കേസ് നടത്തിപ്പിൽ സർക്കാർ വരുത്തിയ ഗുരുതര വീഴ്ച അക്കം വിട്ടു നിരുന്നു. ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയാണെന്ന വാർത്ത നേരത്തെ രേഖകൾ പ്രകാരം ജനം TV പുറത്തുവിട്ടിരുന്നു. സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇത്ര മൂല്യമുള്ള ഭൂമി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ സർക്കാരിന് വന്ന തിരിച്ചടി വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു തുടങ്ങി. വരും ദിവസങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിഷയം കൂടുതൽ ചർച്ചയാകാനാണ് സാധ്യത. ജനം, കൊച്ചി.